ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഹാപ്പി 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 ഓണം. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഞങ്ങൾ ചെറിയൊരു ഗെയിംസ്, ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സദ്യ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സദ്യയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഇങ്ങോട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, നാളെയാണ് ഓണം, ഞായറാഴ്ചയാണ് ഓണം. ഞാൻ ഉച്ചയ്ക്ക്, അതായത് നാളെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സാമ്പാർ ഇപ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഷെയറിങ്ങിലാണ് കേട്ടോ. നമ്മൾ രണ്ട് കൂട്ടരുണ്ട്, നമ്മൾ രണ്ട് കൂട്ടരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കുറച്ച് കറികൾ അവൾ ഉണ്ടാക്കിക്കൊണ്ട് വരും, കുറച്ച് ഞാൻ ഉണ്ടാക്കും ഇവിടെ. പിന്നെ നമ്മൾ ഇടുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തു പോയി കുറച്ച് ഗെയിംസ്, കാര്യങ്ങൾ, ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഓണം കളറാക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും വീഡിയോ കാണണം, കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിന് മുന്നേ നമ്മുടെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞാൽ നന്നായിട്ടുണ്ടെന്ന്. എൻ്റെ ഫസ്റ്റ് വ്ളോഗായിരുന്നു അത്. ഫസ്റ്റ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ചെയ്യണ ഫസ്റ്റത്തെ വ്ളോഗായിരുന്നത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു, ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ അപ്പോൾ ശരി, എന്നാൽ നമുക്ക് ആദ്യം തന്നെ അടുക്കളയിലോട്ട് പോവാം. ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ അടുക്കളയിലാണ് കേട്ടാ. വേണ്ടാ, നമ്മളിപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിൽക്കണേണ്. ഇവിടെ ചിങ്കുടും ഉണ്ട്, ആദ്യക്കുട്ടനുണ്ട്. ആദ്യക്കുട്ടൻ എന്താ ചെയ്യണമെന്ന് കണ്ടാ, നാരങ്ങ വെള്ളം കലക്കുന്നതാണ്. നമ്മളപ്പം നമ്മുടെ സാമ്പാർ, അവിയൽ, മെഴുക്കുവരട്ടി, പിന്നെ ക്യാബേജ് തോരൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ ഏറ്റേക്കണത്. അപ്പം എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. എന്താണെങ്കിലും ഞാൻ കറികളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അല്ലാതെ എല്ലാ കറികളും ഉണ്ടാക്കണത് കാണിച്ച് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 5 കറികൾ നമ്മൾ ഉണ്ടാക്കി. സാമ്പാറ് കണ്ടല്ല, സാമ്പാർ ഞാനൊരു കലത്തിലാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അടുത്തത് ക്യാബേജ് തോരനാണ് ഇത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കറി എരിശ്ശേരി, മത്തങ്ങയും പയറും കൂടിയിട്ടുള്ള എരിശ്ശേരിയാണിത്. പിന്നെ മെഴുക്ക് പുരട്ടിയത്, ബീൻസ് മെഴുക്ക് പുരട്ടിയത് കേട്ടോ. പിന്നെ ബീൻസ് മെഴുക്ക് പുരട്ടിയത്. ഇതെല്ലാം ഞാനൊരു ഓരോരോ ബോക്സിലാക്കി വെച്ചാണ്, നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അവിയലാണ്, നമ്മുടെ അവിയലാണ് ഇട്ടത്, അവിയൽ. അപ്പം അവിയലിന് എനിക്ക് ഇതിനകത്ത് ഇച്ചിരി എന്താ പറയണത്, ഫ്ലോപ്പായിട്ട് തോന്നിയതേ ഈ എരിശ്ശേരിയാണ് കേട്ടോ. എരിശ്ശേരിയുടെ പയറ് അത്ര അങ്ങോട്ട് വേവാത്ത പോലെ തോന്നി. അപ്പോൾ എരിശ്ശേരിയാണ് എനിക്ക് ഇച്ചിരി ഫ്ലോപ്പായിട്ട് തോന്നിയത്. ബാക്കി സംഭവങ്ങളൊക്കെ ഇനി ഒരു 5 കൂട്ടം കറികൾ അസ്ന കൊണ്ടുവരും. ഇപ്പോൾ 5 കറിയും പിന്നെ നമ്മുടെ ഇവിടുത്തെ 5 കറിയും പിന്നെ അച്ചാറ്, പപ്പടം, പായസം ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പിള്ളേര് ചിന്നാപ്പൂവും ചിങ്കിടുമോളും രണ്ടാളും നല്ല ഉറക്കമാണ് ഇപ്പം. ഇനിയിപ്പോൾ അവർ വരുമ്പോഴേ എണീക്കുള്ളെന്നാണ് തോന്നുന്നത്. ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്ക് ഇതുവരെ എന്നെ ഫോട്ടോ കാണിച്ചിട്ടില്ല, സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കേക്കൊക്കെ കാണണം അല്ലേ. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ എല്ലാം അവർ വരുന്നതും എല്ലാം ഞാൻ എന്താണെങ്കിലും വീഡിയോയിൽ കാണിക്കും. ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടാ, എല്ലാം നമ്മുടെ ഇവിടെ സ്റ്റോർ ചെയ്തേക്കണേണ്. പിന്നെ നമുക്ക് ഇവരെല്ലാം നമുക്ക് നാളെ എടുക്കാം. നാളെ എടുക്കേണ്ട വാഴയാണ്. ഇതിനകത്ത് 10 എണ്ണം ഉണ്ട് ഈ പീസ്. ഈ 10 പീസിനും കൂടി 5 ദറംസായി. നമ്മളിവിടെ മുട്ടം പോസ്റ്റിൽ നിൽക്കുവാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, 8:15 ഇപ്പോൾ രാത്രിയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേക്കുമായി നടന്നു വരുന്ന അസ്ന. എടി ഇങ്ങനെ കൂടെ തരണ, അല്ലെങ്കിൽ അങ്ങനെ കൂടെ തന്നെ.
ആ നമ്മുടെ കേക്ക് നടന്നു വരികയാണ്. പൊളി. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളമാണ്. തേം അതോട്ട് കയറ്. അപ്പം നമ്മുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഇത് അപ്പം നമുക്കിത് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ബീട്രൂട്ട് എന്ത് സാധനം? ബീട്രൂട്ട് പച്ചടി. നമ്മുടെ ബാക്കിയുള്ള കറികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. ഓലൻ എന്തോലനാണ് ഇത്? കുമ്പളങ്ങയും പയറും. ഇത് പിന്നെന്ത് സാധനമാണത്? ചിപ്സ്. ഇത് ചിപ്സ് ഒന്നും ഇങ്ങനെ റൗണ്ട് അല്ലേ? ആണോ? ശർക്കര വരട്ടിയത് പാക്കറ്റ്. പിന്നെ ഇത് നമ്മുടെ അടയാണ് കേട്ടോ. അടപ്പായസിൻ്റെ അട. അതിനുശേഷം കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഐസ് നന്നായിട്ട് ഡാൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടെ കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഫ്രണ്ട്സ്, നമ്മളിവിടെ പൊറോട്ടയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ട എങ്ങനെയുണ്ട്? അല്ല, ബീഫ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫും ആണ് കേട്ടോ. ബീഫ് കറി മതി. കേക്കൊക്കെ മുറിച്ച് ഇപ്പം ഇവിടെ അച്ഛന് നല്ല പണിയിലാണ്. ഇവിടെ സാരി തേച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ റെഡി ടു വെയർ ആണ് സാധനം. പക്ഷെ ഇതിൻ്റെ നമ്മുടെ പല്ലുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നതാണ്. പിള്ളേച്ചൊക്കെ ഇത് കണ്ടോ, ഇവിടെ ടെൻ്റ് അടിച്ച് കളിക്കുന്നതാണ്. എവിടെ 2 എണ്ണം അല്ല 3 എണ്ണം എന്തിയെ? എല്ലാരും കിടന്നുറങ്ങാൻ ആരും എണീച്ചിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കമാണ്. താഴത്ത് ശരിക്കുണ്ട്. താഴത്ത് ഞങ്ങൾ വിചാരിച്ച് കറികളൊക്കെ ഒന്ന് ചൂടാക്കി എല്ലാം സെറ്റാക്കി വെക്കാം എന്ന് വിചാരിച്ച്. ഇവരൊക്കെ എണീക്കണേക്ക് മുന്നേ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്ത്. ഇവിടെ എന്താണെങ്കിലും എണീച്ച് വരുമ്പോൾ ഒരു 10 മണിയെങ്കിലും ആവും. അതുകൊണ്ട് നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്താണെങ്കിലും നമുക്കിനി എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കിച്ചണിനാട്ടെ ഇപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ കട്ടപ്പരിപ്പില്ലേ, അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ പാലട പായസം നല്ല തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതവളുടെ ഇതിലാണത്. നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്. നമുക്ക് മിൽക്ക് മെയ്ഡ് വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്താണ് ഇതെടുക്കണം. പിള്ളേരൊക്കെ കൂടിയിട്ടൊരു റീലെടുത്തോണ്ടിരിക്കുന്നുണ്ട് അവിടെ. നമ്മൾ റീലെടുത്തോണ്ടിരിക്കുന്നതാണ് അവിടെ. ചെറിയ അതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാ പേജിലുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ പുറത്ത് വന്നു, റൂമിൻ്റെ പുറത്ത് വന്നു കേട്ടോ. കോറിഡോറിലാണ് റീൽസ് എടുക്കുന്നത്. ഒരു സ്പൈഡർമാൻ ഓടി വന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ പഴം, ഇത് സാമ്പാർ, ക്യാബേജ് തോരൻ, ഇതെന്നാല് പൈനാപ്പിൾ പച്ചടി അല്ലേ? പൈനാപ്പിൾ പച്ചടി, പിന്നെ അവിയൽ, ഇത് കൂട്ടുകറി, ഇത് ബീട്രൂട്ട് അല്ലേ, ബീട്രൂട്ട് പച്ചടി. പിന്നെ ഇത് എരിശ്ശേരി, ഇത് പുളിയിഞ്ചി, പിന്നെ ബീൻസ് മെഴുക്ക് വരട്ടിയതും,
ഇത് മറ്റേ നമ്മുടെ കുമ്പളങ്ങയും വൻപയറും കൂടി ഇട്ടിട്ടുള്ള ഓലൻ. പിന്നെ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതെന്താ പരിപ്പ് കറി. പിന്നെ നമ്മുടെ ശർക്കര വരട്ടിയത് ആൻഡ് കായ വറുത്തത്. പിന്നെ നമ്മുടെ മെയിൻ സാധനം വാഴയില. ചോറ് ഇത് കുത്തരി ചോറല്ല, ഇത് നമ്മുടെ നോർമൽ റൈസാണ് കേട്ടോ. പാലട പ്രഥമനാണ് കേട്ടോ. അസ്ന സ്പെഷ്യലാണിത്. പാലട പ്രഥമൻ നമ്മുടെ അസ്ന ഉണ്ടാക്കിയതാണ് ഇത്. ഇത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളി സംഭവം ഉണ്ടത്. അത് നമ്മൾ ചിങ്കുടുവിന് ഇതാണ് ഉണ്ടാക്കണം. നമ്മുടെ ചിങ്കുവിന്റെ മേക്ക് ഓവർ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. മുടി കെട്ടണം, ഇത് ചൂടണം, പിന്നെ വളരെ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഓണം ലുക്ക്. അസ്ന ഇതാണ് നമ്മുടെ ഓണം ലുക്ക്. ഇപ്പൊ കറി എന്താണ് കറി വിളമ്പി കഴിയാത്തോണ്ട് അന്താൻ കിടന്ന് ഉറങ്ങണ്. കറി 150 കറിയുണ്ട്. 150 കറിയുള്ള കാരണം അന്താന്റെ ക്ഷമ കെട്ട് അന്താൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ആ കറി വിളമ്പി കഴിഞ്ഞതിന് ശേഷം ചോറിടുള്ളൂ എന്ന് പറഞ്ഞ കാരണം അന്താന്റെ ക്ഷമ കെട്ട് അന്താൻ കിടന്ന് ഉറങ്ങിയാണ്. തിരുവാവണി രാവ് മനസാകെ നിലാവ്. ഉടായിപ്പാണ് ഓള്. അംദാൻ ആ ചെമ്പ് മൊത്തം കൊടുത്തേക്ക്. അംദാൻ മൊത്തം തിന്നോളൂ. അംദാന് കൊതിയും കൂട്ടനാണ് അംദാൻ. അല്ല അംദാൻ അംദാൻ കുഞ്ഞി കൊതിയനാണ്. ഫുള്ള് തിന്നു തീർക്കും അംദാൻ. ഒരു ഒറ്റ വേസ്റ്റ് ആക്കാണ്ട് തിന്നു. മേറു ഇതെന്തൊക്കെയാ കിടക്കണ അതിനകത്ത്? നമ്മുടെ പായസം, പപ്പടം, പഴം, പായസം. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. ഉമ്മ ആദ്യക്കുട്ടി ഉറങ്ങിപ്പോയേ. ആദ്യക്കുട്ടി ഉറങ്ങിപ്പോയി. ഐഷ് മോളെ എവിടെ? ഐഷ് ചെറിയ ഹായ് പറഞ്ഞേ. ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വന്നേക്കുന്ന പാർക്ക്. ഇവിടെ ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഒരു സർപ്രൈസ് ആയിരുന്നു പറയാൻ പറ്റാ. നമ്മള് ഇതാ നിൽക്കുന്ന ചേട്ടന്മാർ നമുക്ക് ഫോട്ടോസ് എടുത്ത് തന്നിട്ട് അവരിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ അവർ ഞങ്ങളുടെ കുറേ കപ്പിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. അങ്ങനെ ആ ചേട്ടന്മാർ പോയി. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെറിയൊരു ലക്കായിപ്പോയില്ലേ? യെസ് യെസ്, നല്ല ലക്കായിപ്പോയി. ഞങ്ങൾക്ക് നല്ല നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളത് ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ ഇടുന്നതായിരിക്കും. സ്പൂൺ റൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഗൈസ്?
3 പേരെന്നാ റെഡി 1 2 3 സ്റ്റാർട്ട്. താഴെ പോവാൻ പറ്റില്ല. മേറോട്ട് ഹംദാനോട്ട്. ഐഷു വന്നിട്ട് നമ്മുടെ ലെമൺ സ്പൂൺ റൈസിൽ ജയിച്ചേക്കണത്. ഇനി നമ്മുടെ റുക്കുമ്മ ആൻഡ് പിള്ളേര് ഇവരെല്ലാരും കൂടി മിഠായി വെറുക്കൽ നടത്താൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓരോന്ന് എടുക്കാൻ പോളൂ. ഫൗളാണ്, കൊറേ എടുത്താ ഫൗളാണ്. 11, 12, 13, 14, 15, 16, 17, 18, 19. ഇതാ നന്നായിട്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. റുക്കുമ്മ 15, റുക്കുമ്മ 15, ഹംദാൻ 4 ഐശ്വര്യ ഞാൻ തൊട്ടുണ്ടെന്ന്. റുക്കുമ്മ 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 15 മേർമോള് 15, 18 ഹംദാൻ. 15 16 17 ഹംദാൻ ജയിച്ചിരിക്കുന്നു. 18 മിഠായിക്ക് ഹംദാൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ആകെ 2-3 ഗെയിംസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള ഗെയിംസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്താണെങ്കിലും നമ്മളിനി ഒരു കുപ്പി വ്ളോഗ് കൂടി എടുക്കാന്ന് ഓർത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ കുപ്പി നമ്മൾ ഹോളിട്ടിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, ആ പരിപാടി എന്താണെങ്കിലും ചെയ്യിപ്പിക്കാന്ന് ഓർത്തു. 2 എണ്ണത്തിന് നടു ഓടിയോന്ന് അറിയാൻ പാടില്ല. നമുക്ക് എന്താണെങ്കിലും അത് നോക്കാം. നല്ല പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരികളായിട്ട് നടന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാം ഊരിയിട്ട് ഇപ്പൊ അവിടെ ഒരു പാർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ പുറകെ ഓടി. ആദ്യക്കുട്ടി വന്ന് കട്ടിലേന്ന് വീണോണ്ട് കാലൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. അവൻ ഇച്ചിരി നൊണ്ടിയാ നടക്കണത്. ചായ വണ്ടി വരുന്നു. ഇനി ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ചായ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിച്ചു ഫ്രണ്ട്സ്. പഴംപൊരിയും ചായ ആയിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ഗെയിം കളിച്ചു കേട്ടോ. ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഫോൺ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. മേറു ജനിച്ച സമയം. മേറു ജനിച്ച സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് മഗ്‌രിബ് ബാങ്ക് വിളിച്ച് ഉടനെ കോഹ്ലി 6 അടിച്ച് കറക്റ്റ് ടൈം ഓസ്ട്രേലിയ ഇന്ത്യ ആയിട്ട് കളി നടക്കണ ആ സമയം. അപ്പൊ കോഹ്ലി 6 അടിച്ച് ജയിക്കണ ആ സമയത്താണ് മേറു ജനിക്കുന്നത്. ജയിച്ച് കളി കണ്ട് ഞാനും റിയാസും കൂടി കളി കണ്ട് നേരെ കയറി ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ പുള്ളി ജനിച്ച് കയ്യിലോട്ട് മേടിച്ചു. മഗ്‌രിബ് കഴിഞ്ഞപ്പോ തന്നെ ഷാർപ്പ് ടൈം. ഇല്ല, കറക്റ്റ് ടൈം പറയില്ല. 6:45 ബാങ്ക് വിളിച്ചു. പക്ഷെ ഞങ്ങൾ 7:10 ഞാനും റിയാസും കൂടി പോയി നിസ്കരിച്ചത്. നിസ്കാരം കഴിഞ്ഞ് 7:18 അവള് ജനിക്കുന്നത്. എന്നിട്ട് ഇവളുടെ എല്ലാ ബർത്ത്ഡേ വരുമ്പോ ആ സമയമാകുമ്പോ നമ്മളെ അടുത്തുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് പറയുകയും ചെയ്യുമായിരുന്നു എല്ലാ വർഷവും. ഇല്ലേ ഇല്ലേ ഇല്ലേ? എന്ത് മാപ്പന്മാരാണ്. 7:10 8 മിനിറ്റിന്റെ വ്യത്യാസം. അത് പോരാ. നിസ്സാരം. എന്നാ ഓക്കെ. ഹംദാൻ ജനിച്ച സമയം വൈകിട്ട് 5:30. എന്നെ ആ സിസ്റ്റർ വിളിച്ചത് ഇപ്പോഴും ഓർക്കണ്ട. മോനെ ഇവിടെ 5:30 ആയിട്ടാ. എപ്പോഴാണ് ഇല്ല, എന്നെ നേരിട്ട് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, എടാ സമയം 2:20 ഉച്ചക്ക് 2:20 അവൻ ജനിക്കുന്നത്. അത് നാട്ടില്. അപ്പൊ ഇവിടെ 5:30 ആയിട്ടുണ്ടായിരുന്നു. 2:20 എന്ന് പറയുമ്പോ ഇവിടെ എത്ര മണിയായി ശശി? 2:20 3:20 അന്ന് ഇല്ല 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 3:20 4 മണി ആവാൻ പോണുള്ളൂ. അതും തെറ്റി. എനിക്ക് വേറെ കിട്ടിയോ മക്കളൊക്കെ വേറെ. എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തരണ ഗിഫ്റ്റ്, ആദ്യമായിട്ട് വാങ്ങിച്ചു തരണത് കേട്ടാ. നമ്മള് മീറ്റ് ചെയ്ത്
അത് നീ മറന്നുപോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്റെ കൺമമ്മി കൂടി ആ വിഷ്വൽസ് ഇങ്ങനെ പോവുകയാണ് എപ്പോഴും. നീ മറന്നുപോയല്ലോ. നീ പറയില്ല. ഡയറി മിൽക്ക്. ഞാൻ പറഞ്ഞടി എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു വലിയൊരു ക്യാപ്പാണ് വാങ്ങിച്ചത്. അതിന്റെ ഫോട്ടോ വരെ എന്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. അതിന് മുമ്പ് മേടിച്ചത് ഡയറി മിൽക്ക്. അത് തിന്ന് ഷെജിയാണ് ഇന്നത്തെ വിന്നർ. പെർഫെക്റ്റ് കപ്പ്, പെർഫെക്റ്റ് ഹസ്ബൻഡ് ഷെജി ആയിരിക്കുന്നു. ഞാൻ എല്ലാ ഉത്തരം പറഞ്ഞാണ് പക്ഷെ കള്ളക്കൊതിയാണ് കഴിച്ച്. കള്ളക്കൊതിയാണ്. ബോട്ടിൽ ചലഞ്ചാണ് ചെയ്യുന്നത്. മതിയാ? സമാധാനായാ? ഷെജി ഇനി ആ സ്ഥാനം എടുക്കുന്നതായിരിക്കും. പൊടി പൊടി എടി. അതിന്റെ പിണങ്ങി എടുക്കണില്ലെന്നും പറഞ്ഞ് പിണങ്ങി. നമ്മളിതാ ഒരു കുപ്പി ചലഞ്ച് എടുക്കാൻ പോയാണ്. ആദ്യമേനെ പൊക്കുന്നു. ഫുള്ള് എടുത്താ? ഫുള്ള് ഇവിടം വരെ ഇട്ടാ? ഇവിടം വരെ ഇട്ടാ? എത്ര ഇടാനായിട്ടുള്ള പിന്നില്ല. രണ്ട് കൈ കൊണ്ട് പിടിക്കാത്. ഞാൻ നമ്മള് വിചാരിച്ച പോലെ അത്രക്ക് ഇതായില്ലെങ്കിലും കുറച്ച് ഫണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുൾ വീഡിയോ ഒന്നും ഇല്ല, കുറേയൊക്കെ നമ്മൾ കളഞ്ഞു. എന്നിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് 3 എണ്ണം എങ്ങനെ നിർണയിച്ച ആൾക്കാരാണെന്ന് നോക്കൂ. ഇപ്പം നോക്കൂ, നല്ല ഓണത്തെല്ലാം കഴിഞ്ഞ് എല്ലാ തല്ലും കഴിഞ്ഞ് ഐശുവിനൊരു ഓണത്തല്ല അസ്നയുടെ ഇന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. നമുക്കിനി അടുത്ത വ്ലോഗായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫണ്ണ് കാര്യങ്ങളൊക്കെ ഇട്ട് വീണ്ടും കാണാം. ബൈ ഓൾ.